കാൽപന്ത് കളിയുടെ രാജാവാരെന്നറിയാനുള്ള കാത്തിരിപ്പിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. അങ്ങ് ന്യൂജേഴ്സിയിൽ മാത്രമല്ല, കേരളത്തിൽ തിരുവനന്തപുരത്ത് ചെറിയ തോപ്പിലും വലിയ തോപ്പിലും 10 ഏക്കറിലുമൊക്കെ അതിന്റെ ആവേശം അങ്ങനെ തന്നെ അലതല്ലുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് 10 ഏക്കറിലെ നൂറുകണക്കിന് ഫുട്ബോൾ പ്രേമികൾ ഒരുമിച്ച് ഇഞ്ചോടിഞ്ച് മത്സരം നടത്തുന്ന ഒരു ഗ്രൗണ്ടിലാണ്. ഈ മത്സരത്തിനിടയിലാണ് അവർക്ക് അരികിലേക്ക് ഞാനും അവരുടെ അഭിപ്രായങ്ങൾ തേടിയെത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഫൈനൽ? എങ്ങനെ ഉണ്ടായിരിക്കും? ആര് ജയിക്കും? ആരോടൊപ്പം? ഓരോരുത്തരായിട്ട് പറ, ആരെയാണ് പിന്തുണ? ആരുടെ കൂടെയാ? സ്പെയിന്റെ കൂടാണോ? ഇത്തവണത്തെ നിലവിൽ ജയിച്ച ടീമാണ് അർജന്റീന. അവരെ അങ്ങനെ പെട്ടെന്ന് തോപ്പിക്കാൻ പറ്റുമോ? അപ്പുറത്തെ മെസ്സിയൊക്കെയാണുള്ളത്. മെസ്സിയെ പൊളിക്കുവോ? അർജന്റീന ജയിക്കുകയല്ലേ? ആര് പറഞ്ഞു മെസ്സി ജയിക്കും? മെസ്സി ഗോളടിക്കും. അപ്പോൾ ഇതാണ് ആവേശം. എനിക്ക് തോന്നുന്നത് അവിടെ പോലും അത്ര ആവേശം കാണുമെന്ന് അറിയത്തില്ല. നമ്മുടെ കൊച്ചു കുരുന്നുകളൊക്കെ മെസ്സിക്ക് വേണ്ടിയും സ്പെയിനിന് വേണ്ടിയും ഒക്കെ ആവേശത്തോടെ ഇങ്ങനെ ആർത്ത് വിളിക്കുമ്പോൾ ന്യൂജേഴ്സിയിലേക്കൊന്നും പോകണ്ട. മത്സരത്തിന്റെ ആവേശം എന്താണെന്ന് അറിയാൻ ഈ 10 ഏക്കറിലെ ഗ്രൗണ്ടിലേക്ക് എത്തിയാൽ മതി. കാരണം അത്രമാത്രം ആവേശത്തോടെയാണ് ഈ കുരുന്നു ഫുട്ബോൾ പ്രേമികൾ ഈ ഫുട്ബോളിന്റെ ഫൈനൽ മത്സരത്തെ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ എല്ലാ ദിവസവും ഇവിടെ ഫുട്ബോൾ കളിക്കാൻ വരുമോ അവധിയുള്ളപ്പോ? അപ്പൊ നിങ്ങൾ ആദ്യം തൊട്ടേ സ്പെയിന്റെ കൂടെ ആയിരുന്ന? പോർച്ചുഗൽ പോയി. പിന്നെ ഇപ്പൊ ഈ അർജന്റീന ഇങ്ങനെ തള്ളി പറയാൻ കാരണം അർജന്റീന തോക്കണം അങ്ങനെ പറയാം. പോയോ? അത് ആരിട്ട പേരാണ് ഇതൊക്കെ? ഇതൊക്കെ ആരാണ് ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞത്? നമുക്കറിയാം. അല്ലെങ്കിൽ മെസ്സി പൈസ കൊടുത്ത് കളിക്കണെന്ന് അങ്ങനെ പറയാം. ലോകം മുഴുവൻ ആരാധകരുള്ള ഒരു കായിക താരത്തെ എല്ലാരും പറയും മെസ്സിയാണ് ഗോട്ട്. പക്ഷെ ആരുമല്ല, നമ്മൾ അണ്ണ റൊണാൾഡോ ആണ് ഗോട്ട്. അപ്പോൾ ഇതാണ് ആവേശം. ഇങ്ങനെ ഒരു ആവേശത്തോടെ അവർ കാത്തിരിക്കുകയാണ്. രാത്രി 12:30 അർദ്ധരാത്രി 12:30 നടക്കുന്ന ഫുട്ബോളിന്റെ ഫൈനൽ മത്സരത്തിന്റെ ആവേശം നേരിൽ കാണാനായി ഇപ്പോൾ തന്നെ വിജയികൾ ആരാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഓരോ താരങ്ങളും അല്ലെങ്കിൽ ഓരോ താരങ്ങൾക്ക് വേണ്ടി ആർപ്പ് വിളിച്ചുകൊണ്ട് അവർ എനിക്ക് പിന്നിലുണ്ട്. എന്തായാലും ആവേശം അതിന്റെ പാരമ്യത്തിലേക്ക് കടക്കുന്ന ഏറ്റവും കൗതുകമുണർത്തുന്ന കാഴ്ചകളാണ് 10 ഏക്കറിലും ചെറിയ തോപ്പിലുമൊക്കെ കാണാൻ കഴിയുന്നത്. ക്യാമറമാൻ അരുണിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.